നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സുമ പറഞ്ഞതുപോലെ മോൾ അങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും. എന്റെ ദേവി, എന്റെ തന്തപ്പടിയും ആ തലതെറിച്ച പെണ്ണും കൂടി എന്റെ ജീവിതം തുലയ്ക്കോ? വന്ദന എനിക്ക് നഷ്ടപ്പെടുമോ ദേവി? അവളെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. പൂജ കഴിയുന്നതിന് മുമ്പായിട്ട് ഞാൻ വന്ദനയെ കണ്ടിരിക്കും. എനിക്ക് അവളോട് പ്രണയമാണെന്ന സത്യം തുറന്ന് ഞാൻ പറഞ്ഞിരിക്കും. അവളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. ദേവി, ജഗൻ, 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 എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായം നിലമിക്ക് വേണ്ടത്? പറയേ. ജഗനുമായിട്ടുള്ള ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യക്കുറവുണ്ട്. അത് തുറന്നു പറയാനാ വന്നേ. നമ്മൾ തമ്മിലുള്ള ബന്ധം നടന്ന നമ്മുടെ കുടുംബങ്ങൾക്ക് ചിലപ്പോ വെച്ചടി കയറ്റുമായിരിക്കും. പക്ഷേ നമ്മുടെ ലൈഫ് തകർന്നു പോവും. അതെ, തുറന്നിങ്ങ് പറയാലോ. ജഗന്റെ സാമ്പത്തിക സ്ഥിതി മാറ്റിവെച്ച എന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും സ്റ്റാറ്റസിനും പറ്റിയ ഒരാളല്ല ജഗൻ. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ഈ ബന്ധം എനിക്കും ഇഷ്ടമല്ല. നമ്മുടെ ബന്ധം ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. താങ്ക് യു സോ മച്ച്. ഈ ബന്ധം എങ്ങനെയും മുടക്കി തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാനാ ഞാൻ വന്നേ. മുടക്കിത്തരാം. അക്കാര്യത്തില് നമുക്കൊരു ധാരണയിലെത്താം. പരസ്പരം ഒന്നിക്കാനല്ല, അടിച്ചു പിരിയാൻ. താങ്ക് യു സോ മച്ച്. ഓക്കേ, കൊടുകൈ. അങ്ങനെ ആ തലവേദന നീലിമയായിട്ട് തന്നെ ഒഴിച്ചു തന്നു. ഇനി വന്ദനയെ കാണണം. എന്റെ പ്രണയം തുറന്നു പറയണം. അവൾ എന്റേത് മാത്രമാണെന്ന് ഉറപ്പുവരുത്തണം. ഈ പൂജ കൂടി കഴിയുമ്പോ ചേച്ചിയുടെ ജീവിതത്തിലെ ദോഷങ്ങളെല്ലാം മാറും. കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടും വളരെ നല്ലൊരു മനുഷ്യനാ ഗൗതമേട്ടൻ. അമ്മയും നല്ല സംസ്കാരവും തിരിച്ചറിവും ഒക്കെ ഉള്ളൊരു സ്ത്രീയാണെന്ന് ആ അമ്മയുടെ സംസാരം കേൾക്കുമ്പോ തന്നെ അറിയാം. ആ വീട്ടിൽ ചേച്ചിയും ദീമോളും സുരക്ഷിതരായിരിക്കും. അതെ, തീക്കൊള്ളി കൊണ്ട് അടികൊണ്ട പൂച്ചയ്ക്ക് മിന്നാമിനിങ്ങനെ കാണുമ്പോഴും പേടിയാണെന്ന് അച്ഛമ്മ പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? അതാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ആദ്യം കല്യാണം ഉറപ്പിച്ച രാജീവ് മേനോൻ സാറും നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷെ വിധി. അതുകൊണ്ട് ഈ കല്യാണവും മുടങ്ങിപ്പോകുന്ന പേടിയാണോ ചേച്ചിക്ക്? പേടിയും ഭയമൊന്നുമില്ല. ഈ കല്യാണം മുടങ്ങിപ്പോയാലും എനിക്ക് സങ്കടമില്ല. അച്ഛനും അമ്മയ്ക്കും എത്രയും പെട്ടെന്ന് എന്റെയും ദീമോളുടെയും ഭാരം ഒഴിച്ചു കൊടുക്ക. ആ തീരുമാനം ഈ കല്യാണത്തിന് സമ്മതിക്കാൻ തന്നെ കാരണം. അല്ലാതെ വിവാഹ ജീവിതം കൊതിച്ചിട്ടൊന്നുമല്ല. എന്താ ചേച്ചി ഇത്? അതും ഈ സമയത്ത് ഈ അമ്പലത്തിൽ വെച്ചിങ്ങനെ? ചേച്ചി,
ഗൗതമേട്ടനും അമ്മയും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹം അവർക്കാ. ജഗൻചേട്ടന്റെ കല്യാണക്കാര്യത്തിന്റെ ആവശ്യത്തിന് ഹരിതേട്ടയുടെ കുടുംബം എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന ചേച്ചിക്കുണ്ടാവും. ചേച്ചി പോയിന്ന് ഫ്രഷ് ആയിട്ട് വാ. ഞാൻ പോയി അവിടെ പൂജയ്ക്കുള്ള എല്ലാ ഏർപ്പാടുകളും ശരിയായെന്ന് നോക്കിയിട്ട് വരാം. ചെല്ലും. ചേച്ചി കർച്ചീഫ് അവിടെ വെച്ചേക്ക്. ഞാനിവിടെ ഈ ബോക്സിന്റെ പുറത്ത് വെച്ചിട്ടുണ്ടേ. ആ ആ ദേ നിൽക്കുന്നു. ആ, നമ്മള് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിലേക്കാ. ആ, നീ വരുന്നില്ലേ? ആ, വരാച്ച. എന്നാ വാ, പോവാം. അത് അല്ല, ചന്ദ്രികാമ്മയുടെ കുടുംബ പൂജ കൂടി കഴിഞ്ഞിട്ട് വരാം. ആ ശരി അച്ഛാ. ഡാ, നിക്കടാ അവിടെ. ഏയ്, നിനക്കൊന്നും പറയാനില്ലേ? നിന്റെ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല. നിന്റെ കൈകൊണ്ട് തന്നെ നീലിമയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിച്ചിരിക്കും. ആ കേട്ടും കേട്ടും. കഷ്ടം. അവളുടെ ഒരു സ്വയംവര പൂജ. ഇനി വന്ദൻ എങ്ങനെ സ്വയം വരിക്കുന്നത് എനിക്കൊന്ന് കാണണം. കർച്ചീഫ് കാണുന്നില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.